ഹായ് ഓൾ, വെൽക്കം ടു Xylem ലേണിംഗ്. ഇറ്റ്സ് മീ യുവർ AK. ഫിസിക്സ് ആണ് നമ്മുടെ സബ്ജക്റ്റ് കേട്ടോ. നമ്മുടെ ആദ്യ ചാപ്റ്ററിന്റെ പേരറിയാമോ നിങ്ങൾക്ക്? ഫോഴ്സസ് ഇൻ ഫ്ലൂയിഡ്സ് അല്ലെങ്കിൽ ദ്രവബലങ്ങൾ. ഈ ഒരു ചാപ്റ്ററിന്റെ പേര് കേൾക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ആലോചിക്കും, എന്താ ഈ സംഭവം? ഫോഴ്സസ് ഇൻ ഫ്ലൂയിഡ്സ് അല്ലെങ്കിൽ ദ്രവബലങ്ങൾ എന്നൊരു കൺസെപ്റ്റ് നമ്മൾ ഒരുപക്ഷെ ആദ്യമായാണ് കേൾക്കുന്നത്. അങ്ങനെ കേൾക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത് അത്ര വലിയ സംഭവം എന്നല്ല, സിമ്പിൾ കാര്യം എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ ആണല്ലോ? നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഒരു ചോദ്യം ചോദിക്കുമ്പോൾ തുടങ്ങാം ഈ ഒരു ചാപ്റ്റർ. വാട്ട് ഈസ് ഫ്ലൂയിഡ്സ് അല്ലെങ്കിൽ എന്താണ് ദ്രവങ്ങൾ? ശരിക്കും നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് ഫ്ലൂയിഡുകൾ അപ്ലൈ ചെയ്യുന്ന എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സുകളെ കുറിച്ചാണ്, അല്ലെങ്കിൽ ദ്രവങ്ങൾ പ്രയോഗിക്കുന്ന ബലങ്ങളെ കുറിച്ചാണ്. അപ്പൊ ഈ ദ്രവങ്ങൾ എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ, ഫ്ലൂയിഡ് എന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്കിത് പഠിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്ക് ആദ്യം എന്ത് പഠിക്കാം? എന്താണ് ഫ്ലൂയിഡ്സ് അല്ലെങ്കിൽ എന്താണ് ദ്രവങ്ങൾ എന്ന് പഠിക്കാം. ഒരു കാര്യം പറയാം. എന്താ പറയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, ഇതെന്റെ മൊബൈൽ ഫോണാണ്. ഇതൊരു ഖരപദാർത്ഥമാണ്. ഇത് സോളിഡ് മെറ്റീരിയൽ. സോളിഡ് ആണ്, ഖരപദാർത്ഥമാണ്. ഞാൻ ഇവനെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അവിടെ തന്നെ നിൽക്കും, ശരിയല്ലേ? പിന്നെ ഇവനെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കണമെങ്കിൽ ഞാൻ ബലം അപ്ലൈ ചെയ്യണം. ഞാൻ ഒരു ഫോഴ്സ് കൊടുത്താൽ മാത്രമേ ഖരപദാർത്ഥം എന്ത് ചെയ്യുള്ളൂ? ചലിക്കുകയുള്ളൂ. സംശയമൊന്നുമില്ല കാര്യത്തില്. വളരെ സിമ്പിളായ കാര്യമാണ് അല്ലേ? അതേ സമയത്ത് ഞാൻ കുറച്ച് ഇപ്പോ എൻ്റെ കയ്യിൽ കുറച്ച് വെള്ളമുണ്ട്. ഈ വെള്ളം ഞാൻ ഇങ്ങനെ എടുത്തതിന് ശേഷം എൻ്റെ കയ്യിൽ ഒഴിച്ചാൽ എന്ത് സംഭവിക്കാം? ആ വെള്ളം എൻ്റെ കയ്യിൽ നിന്നും താഴോട്ടേക്ക് ഒഴുകും അല്ലേ? അത് ഫ്ലോ ചെയ്യും, അത് ഒഴുകാൻ തുടങ്ങും. ശരിയാണല്ലോ? അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി. ഖരപദാർത്ഥങ്ങൾക്ക് സ്വയം ചലിക്കാനുള്ള കഴിവില്ല. പക്ഷേ ദ്രാവകത്തിന് എന്തുണ്ട്? സ്വയം ചലിക്കാനുള്ള കഴിവുണ്ട്. അങ്ങനെ ഞാൻ മറ്റൊരു ചോദ്യം ചോദിക്കട്ടെ. ദ്രാവകം എന്ന് പറഞ്ഞാൽ ലിക്വിഡ്സ് ആണ് കേട്ടോ, ലിക്വിഡ്സ്. ഗ്യാസുകൾക്ക് സ്വയം ചലിക്കാൻ കഴിവുണ്ടോടാ? ഗ്യാസുകൾക്ക്, വാതകങ്ങൾക്ക് ഉണ്ടാവുമല്ലോ. നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് കാറ്റ് എന്ന് പറഞ്ഞാൽ, എന്താണ് വിൻഡ് എന്ന് പറഞ്ഞാൽ. വിൻഡ് എന്ന് പറഞ്ഞാൽ മർദ്ദം കൂടിയ ഭാഗത്ത് നിന്നും മർദ്ദം കുറഞ്ഞ ഭാഗത്തേക്ക് വായുവിന്റെ സഞ്ചാരമാണെന്ത്? കാറ്റ് അല്ലേ? ദ വിൻഡ് ഈസ് നോൺ ആസ് ദ എയർ ഈസ് മൂവ് ഫ്രം ഹൈ പ്രഷർ റീജിയൻ ടു ലോ പ്രഷർ റീജിയൻ. അതാണ് വിൻഡ് എന്ന് പറഞ്ഞാൽ. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിച്ചു. പ്രഷർ വ്യതിയാനം ഉണ്ടായി കഴിഞ്ഞാൽ കാറ്റ് അല്ലെങ്കിൽ വായു സ്വയം എന്ത് ചെയ്യും? ചലിക്കും അല്ലേ? സ്വയം ചലിക്കാൻ കഴിവുണ്ട്. നോക്കൂ, ഇപ്പൊ നമ്മൾ വ്യക്തമായി മനസ്സിലായി കഴിഞ്ഞു. ദ്രാവകങ്ങൾക്കും വാതകങ്ങൾക്കും അല്ലെങ്കിൽ ലിക്വിഡ്സിനും എയറിനും അല്ലെങ്കിൽ ഗ്യാസിനും എന്നുള്ള കഴിവുണ്ട്, സ്വയം ഫ്ലോ ചെയ്യാനുള്ള കഴിവുണ്ട്. അത്തരം വസ്തുക്കളാണ് എന്ത്? ദ്രവങ്ങൾ അല്ലെങ്കിൽ ഫ്ലൂയിഡ്സ്. അപ്പൊ എന്താ ഇങ്ങനെ പറഞ്ഞാല്? ദ സബ്സ്റ്റൻസസ് വിച്ച് ഹാവ് ദ എബിലിറ്റി ടു ഫ്ലോ, സ്വയം ഒഴുകുവാൻ കഴിവുള്ള പദാർത്ഥങ്ങളാണ് എന്ത്? ദ്രവങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് ദ്രവങ്ങളുടെ എക്സാമ്പിൾസ് പറയാൻ സാധിക്കുമല്ലോ. വെള്ളം ഒരു ദ്രവമാണ്, വാട്ടർ. അതേപോലുള്ള ഓയില്, അതേപോലെയുള്ള പെട്രോള്, ഡീസല്. പിന്നെ എയറിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഓക്സിജൻ, ഹൈഡ്രജൻ, അങ്ങനെയൊക്കെ ഈ വാതകങ്ങളൊക്കെ എന്താണ്? ദ്രവങ്ങളാണ്, ദ്രവങ്ങൾ. അപ്പൊ കോമൺ ആയിട്ട് നമുക്ക് എന്ത് പറയാം? കോമൺലി ഗ്യാസസ് ആൻഡ് ലിക്വിഡ്സ് ആർ നോൺ ആസ് ഫ്ലൂയിഡ്സ്. മനസ്സിലാവുന്നുണ്ടോ? സ്വയം ഒഴുകാൻ കഴിവുള്ള ദ്രാവകങ്ങളെയും വാതകങ്ങളെയും നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? ദ്രവങ്ങളെ എന്ന് വിളിക്കാൻ സാധിക്കും. അപ്പൊ ദ്രവങ്ങൾ എന്തെന്ന് മനസ്സിലായല്ലോ. അപ്പൊ ഇത് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ദ്രവങ്ങൾക്ക് ബലം പ്രയോഗിക്കാനുള്ള കഴിവുണ്ടോ എന്നതാണ് അടുത്ത ചോദ്യം. ഉണ്ടോടാ? നിങ്ങൾ പറ. ഇപ്പൊ ഞാനൊരു കല്ലെടുത്തു. ഇതൊരു കല്ലാണ്. ഞാൻ ഈ കല്ലോട് നിങ്ങൾ ഒറ്റ ഈ കല്ല് നേരെ നിങ്ങളെ മേലേക്ക് വീണു. അപ്പൊ നിങ്ങൾക്ക് വേദനയാവുമല്ലോ. അതേപോലെയാണോ ഞാനൊരു വാട്ടർ ബലൂൺ എടുത്തിട്ട് നിങ്ങളെ ഒറ്റ എറിഞ്ഞു, നിങ്ങളെ മേല് തട്ടി വാട്ടർ ബലൂൺ തട്ടി ഭാഗം പൊട്ടിപ്പൊളിഞ്ഞു പോവോ? ഇല്ല. ഇനി അത് സാധാ ബലൂൺ ആണെങ്കിലോ, ആ ബലൂൺ എറിയുന്നു, നിങ്ങളെ ബോഡി തട്ടുന്നു, നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് പരിക്ക് പറ്റുമോ? ഇല്ല. അപ്പൊ നിങ്ങൾ ആലോചിച്ചൊരു കാര്യമുണ്ട്. ഈ ദ്രാവകങ്ങൾക്കും വാദങ്ങൾക്കൊന്നും എന്തിനുള്ള കഴിവില്ല, വലിയ രീതിയിൽ ബലം പ്രയോഗിക്കേണ്ട കഴിവില്ല. നമുക്ക് കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ഞാൻ ഒരു കാര്യോട് പറയാണ്, നിങ്ങൾ കേട്ടതാണ്, നിങ്ങൾ കണ്ടതാണ്, വലിയ ഉയരങ്ങളിൽ നിന്നും അണക്കെട്ടൊക്കെ പൊട്ടിയിട്ട് വെള്ളം താഴോട്ടേക്ക് വന്നാണ്ടല്ലോ, എന്താ സംഭവിക്കുക? നമ്മൾ അട്ടക്ക എടുത്ത് കൊണ്ടുപോകും. അമ്മാതിരി സ്ട്രോങ് ആയിട്ടുള്ള
വെള്ളപ്പാച്ചിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, മലവെള്ളപ്പാച്ചിലുകൾ. അതേപോലെ തന്നെ ഉരുളുപൊട്ടുക, ഇതൊക്കെ ദ്രാവകങ്ങളെ ഒലിച്ചു വരുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമൊക്കെ എത്രയോ ഉയരത്തിലാണ്, അല്ലെങ്കിൽ എല്ലാ ഡാമുകളും ഉയരത്തിലാണ്. അങ്ങനെ ഉയരം കൂടുതലുള്ള സ്ഥലത്ത് നിന്നും താഴോട്ടേക്ക് വെള്ളം ഒലിച്ചു വന്നു കഴിഞ്ഞാൽ വലിയ ദുരന്തങ്ങൾക്ക് നമ്മൾ സാക്ഷ്യം വഹിക്കേണ്ടി വരും. ശരിയല്ലടാ? അറിയാലോ. അപ്പൊ ദ്രാവകങ്ങൾക്ക് ബലം പ്രയോഗിക്കാനുള്ള കഴിവുണ്ട്. അതേപോലെ വാദങ്ങൾക്കുണ്ടെന്ന്. ചുഴലിക്കാറ്റൊക്കെ കേട്ടിട്ടില്ലേ? ശരിയല്ലേ? അതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറഞ്ഞുള്ളൂ. എന്ത് ദ്രവങ്ങൾക്ക് അല്ലെങ്കിൽ ഫ്ലൂയിഡ്സിന് നല്ല രീതിയിൽ ഫോഴ്സ് എക്സെർട്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. പക്ഷെ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് അതേപോലുള്ള എന്താ പറയാ, ഉരുൾപൊട്ടലിനെ പറ്റിയും ടൊർണോഡിനെ പറ്റിയൊക്കെ ആണോ? അല്ല. നമ്മൾ പഠിക്കുന്നത് വളരെ സിമ്പിളായ കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ്. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇങ്ങോട്ട് നോക്കിക്കോ. ഈ ചോദ്യം നമ്മളിപ്പോൾ ചോദിച്ചത്, ഈ ചോദ്യം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഞാൻ മറ്റൊരു കാര്യത്തിനെ പറ്റി പറയാണ്. വൈൽ ടേക്കിംഗ് ബാത്ത്, നമ്മൾ കുളിക്കുകയാണ്. കുളിയെ കഴിഞ്ഞു ഞങ്ങളെ. നമ്മൾ കുളിക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും, ഞാനൊക്കെ പണ്ട് കുളിക്കുന്ന ആ ബക്കറ്റിലേക്ക് ഈ ഒരു കപ്പ് ഇങ്ങനെ തോത്ത് ഇങ്ങനെ വെക്കും. അപ്പൊ താഴോട്ട് ഇങ്ങനെ കപ്പ്, നമ്മൾ വെള്ളം കോരി കുളിക്കുന്ന ഈ കപ്പില്ലേ, ഈ കപ്പിന്റെ കാര്യം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണേ. ഈ കപ്പ് ഞാൻ ഈ ഇതിലേക്ക് ഇങ്ങനെ താഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ ആ താത്താൻ എനിക്കൊരു ബലം പ്രയോഗിച്ചാൽ മതിയാവുള്ളൂ, അല്ലേ? തീർച്ചയായിട്ടും വേണം. ഇനി ഞാനത് വിട്ടുപോയാലോ? ടേക്ക് ഓഫ് യുവർ ഹാൻഡ് ഫ്രം ദ ബോട്ടിൽ ആഫ്റ്റർ ഇറ്റ് ഹാസ് ബീൻ ഇമ്മേഴ്സ്ഡ് ഇൻ ടു ദ വാട്ടർ. ഒറ്റ പൊന്തി വരൽ വരും. ആ കപ്പ് മുകളിലേക്ക് ഉയർന്നു വരുന്നത് കാണാൻ സാധിക്കും. കണ്ടിട്ടുണ്ടാവുമല്ലോ, ചെയ്തിട്ടുണ്ടാവുമല്ലോ. അതെന്തുകൊണ്ടാണ് ആ വെള്ളം മുകളിലേക്ക് തിരിച്ചു വരുന്നത്? സോറി, വെള്ളത്തിനുള്ളിലുള്ള ആ വസ്തു മുകളിലേക്ക് വരുന്നത് എന്തുകൊണ്ടാണ്? ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതേപോലെ തന്നെയാണ് നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത്. ഇതും മറ്റൊരു എക്സാമ്പിൾ ആണ്. നിങ്ങൾ നോക്കിക്കോ. ഞാനൊരു പുഴയിൽ നിന്നും ഒരു കല്ലെടുക്കുന്നു. ആ കല്ലെടുത്ത് നേരെ പുഴയുടെ മുകളിൽ എത്തിച്ചു കഴിഞ്ഞാൽ നല്ല വെയിറ്റ് ആയിരിക്കും. ഞാനൊക്കെ ചെറുപ്പത്തിലാണ് അത് കളിച്ചിട്ടുള്ളത്. ഇപ്പോഴും പുഴയിൽ കുളിക്കാറുണ്ട്. പുഴയിൽ കുളിക്കുന്ന സമയത്ത് ചെറുപ്പത്തിൽ, നിങ്ങളൊക്കെ പ്രായത്തിൽ കല്ല് പുഴയിൽ മുങ്ങി എടുത്തു കൊണ്ടുവരുന്നു. അങ്ങനെ എടുത്തു കൊണ്ടുവരുമ്പോൾ നല്ല സുഖമാണ്. വലിയ കല്ലൊക്കെ വളരെ സിമ്പിളായിട്ട് പൊക്കി എടുത്തു കൊണ്ടുവരാൻ പറ്റും. പക്ഷേ അത് വെള്ളത്തിന്റെ മുകളിലേക്ക് എത്തിയാൽ വെയിറ്റ് ഇങ്ങോട്ട് കൂടും. ആ വെയിറ്റ് കൂടുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി. വെള്ളത്തിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ, അല്ലേ, അത് കരയിലില്ല അല്ലെങ്കിൽ വായുവിലില്ല, വെള്ളത്തിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഒരു ബലമുണ്ടായിരുന്നു. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിച്ചു. നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ, നമ്മളെ മുകളിലേക്കല്ലേ ഇത് ഉയർത്തുന്നത്, നമ്മൾ ഉയർത്തുന്ന മുകളിലേക്കല്ലേ. അങ്ങനെ ഉയർത്തുന്ന സമയത്ത് നമുക്ക് സപ്പോർട്ടീവായിട്ട് വെള്ളം ഒരു ബലം നമ്മൾ പ്രയോഗിച്ച അതേ ദിശയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് വാട്ടറിന്റെ ഉള്ളിൽ വെയിറ്റ് കുറയുന്നതും വാട്ടറിന്റെ മുകളിൽ എത്തിയ സമയത്ത് കണ്ട ഇവന്റെ മുഖം നോക്ക്, വെയിറ്റ് അവിടെ ഫീൽ ചെയ്യുന്നത്. ശരിയല്ലേ? ഭാരം കൂടുകയും ചെയ്യുന്നത്. അപ്പൊ അതൊരു ടൈപ്പ് ഓഫ് ബലമാണ്. അതേപോലെ നമ്മൾ ഇതേപോലെ വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ പൊക്കി എടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു ചേഞ്ച് ഫീൽ ചെയ്യാൻ സാധിക്കും. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി. മുങ്ങിക്കിടക്കുന്ന ഒരു വസ്തുവിനെ ജലത്തിനുള്ളിൽ ഉയർത്തുമ്പോൾ ഭാരം എന്താവുന്നു? നിങ്ങൾക്കിത് ഫില്ല് ചെയ്ത് അയക്കാൻ പറ്റുമോ? അല്ല, കമന്റ് ബോക്സ് രേഖപ്പെടുത്താൻ പറ്റുമല്ലോ. ഭാരം എന്താവും? നിങ്ങൾ എന്നെ പറഞ്ഞു, ഞാൻ ഇനി എക്സ്ട്രാ പറയുന്നില്ല. When an immersed object is lifted with up in water, its weight appear to be dash. അപ്പൊ കമന്റ് ബോക്സ് കമന്റുകളാൽ നിറയണം. റെഡി ആണല്ലോ? അപ്പൊ ഇവിടെ ഒരു ടൈപ്പ് ഓഫ് ബലം ഉണ്ട്. ആ ബലത്തിനെ നമ്മൾ വിളിക്കുന്ന പേര് എന്താണെന്നാണ് ഇവിടെ ഞാൻ ജസ്റ്റ് കൊടുത്തത്. അതിനുമുമ്പ് ഒരു കാര്യം പറയാണ്. ഒരു ബോഡി വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എ ബോഡി സിറ്റുവേറ്റഡ് ഇൻ ലിക്വിഡ്സ്, വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അതിന് മുകളിൽ രണ്ട് ബലങ്ങൾ അനുഭവപ്പെടും. ഒന്ന്, ഭൂമി താഴോട്ടേക്ക് പിടിച്ചു വലിക്കുന്ന ഗുരുത്വാകർഷണ ബലവും രണ്ടാമത്തത് അതിന് എതിരെയായിട്ട് മുകളിലേക്ക് ഒരു ബലം കൊടുക്കുന്നുണ്ട്. അതിനെപ്പറ്റി നമ്മൾ ഈ ചാപ്റ്ററിൽ ആദ്യമായിട്ട് പഠിക്കുന്നത്. അവന്റെ പേരാണ് ബ്യുവൻസി അല്ലെങ്കിൽ പ്ലവക്ഷമ ബലം. എന്താന്ന് മാത്രം ഒന്ന് പറയാം. ഇതിന്റെ ഡീറ്റെയിൽഡ് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നേരെ എങ്ങോട്ടേക്ക് വരണം? സ്ഥലത്തേക്ക് വരിക, ക്ലാസ്സുകളിൽ കാണാം, കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. When a body is immersed completely or partially in a liquid, it experiences an upward, കണ്ടോ, it experiences an upward force on the body. This force is known as buoyant force or buoyancy. അതായത് ഒരു വസ്തു ദ്രവത്തിൽ ഭാഗികമായോ പൂർണ്ണമായോ മുങ്ങിക്കിരിക്കുന്ന സമയത്ത് ആ ദ്രവം വസ്തുവിന് മുകളിലേക്ക് ഒരു ബലം പ്രയോഗിക്കുന്നുണ്ട്. ആ ബലത്തിനെ വിളിക്കുന്ന പേരാണ് പ്ലവക്ഷമ ബലം. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇതാണ് നമ്മൾ ആദ്യം പഠിക്കുന്ന ബലം. ഇനി നമുക്ക് എന്തൊക്കെ പഠിക്കുന്നറിയോ? പ്ലവക്ഷമ ബലത്തെ ബാധിക്കുന്ന ഘടകങ്ങൾ ആരൊക്കെയാണ്?
ആർക്കിമിഡിസ് തത്വം എന്താണ്, അത് കഴിഞ്ഞ് വിസ്കസ് ഫോഴ്സിനെ പറ്റി പഠിക്കും, പാസ്കൽ ലോ പഠിക്കുന്നുണ്ട്, പിന്നെന്താണ് കേശികത, പിന്നെ അതായത് ക്യാപ്പിലാരിറ്റി, അങ്ങനെ പറഞ്ഞ കുറേ കാര്യങ്ങൾ ഈ ചാപ്റ്റർ പഠിക്കാണ്ട്. രസമുള്ള ചാപ്റ്ററാണ് ആദ്യത്തെ ചാപ്റ്റർ. ഇതിനുശേഷം നമ്മൾ രണ്ടാം ചാപ്റ്ററിൽ ന്യൂട്ടന്റെ ചലന നിയമങ്ങളും ഇക്വേഷൻസ് ഒക്കെ പഠിക്കുന്ന കുറേ കാര്യങ്ങൾ, പിന്നെ ഗുരുത്വാകർഷണം, ഗ്രാവിറ്റേഷൻ, വർക്ക് എനർജി പവർ, സൗണ്ട്, പിന്നെ കറണ്ട് ഇലക്ട്രിസിറ്റി, അങ്ങനെ രസകരമായ കുറേ കാര്യങ്ങളാണ് നമുക്ക് ഇപ്രാവശ്യം ഞാനിത് പഠിക്കാനുള്ളത്. സോ മക്കളെ, സൈലം നിങ്ങൾക്ക് വേണ്ടി വളരെ ചുരുങ്ങിയ എമൗണ്ടിനാണ് നിങ്ങൾക്ക് കോഴ്സ് ഇരുന്നത്, അറിയാലോ. സോ എല്ലാവരും എത്രയും പെട്ടെന്ന് നമ്മുടെ നിഞ്ച ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. നമുക്ക് നേരിട്ട് കണ്ട് ഡയറക്റ്റ് ആയിട്ട് പഠിക്കാനുള്ള ഓപ്ഷൻസും സൈലം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തായാലും കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് സൈലവുമായി കോൺടാക്ട് ചെയ്യുക, വേഗം കയറി വരാം. ഓക്കെ, സോ താങ്ക് യു ഓൾ. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ.